BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണം അത് പല ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. നിതിൻ രാജ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ മർഡറിന്റെ ഇരയാണ് എന്നത് വ്യക്തമായിട്ടുണ്ട്. പലവിധ കാരണങ്ങൾ നിതിനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ ഉണ്ട്. ജാതീയമായ അധിക്ഷേപം നേരിട്ടിരുന്നു നിതിൻ രാജ് എന്നതിന്റെ തെളിവുകൾ ആ വിദ്യാലയത്തിൽ ഒപ്പം പഠിച്ച സഹപാഠികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായതാണ്. അതിന്റെ അന്വേഷണം പക്ഷേ ആ നിലയിലാണ് പോകുന്നത് എന്നെ സംബന്ധിച്ചൊക്കെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. കുടുംബത്തിന് വലിയ ആശങ്ക അതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷേ നിതിന്റെ മരണത്തിന് ഒരു കാരണം ലോൺ ആപ്പാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നു. പോലീസ് തന്നെ അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. അതുമായി ബന്ധപ്പെട്ട് ഈ ലോൺ ആപ്പിന് പിന്നിലുള്ളവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. അത് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടുള്ള ഭീഷണി വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ്. തട്ടിപ്പിനിരയായ നിരവധി പേർ ഉണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഇതിനോടകം തന്നെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോഴും അത്തരം അനുഭവങ്ങൾ പലരുടേതായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയതാണ് വിഷ്ണു എന്ന യുവാവിൻ്റെ അവസ്ഥ. ആ വിഷ്ണുവിനെ ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കുടുംബത്തിന് വിഷ്ണുവിനെ കണ്ടെത്താൻ ഈ വാർത്തകളും ഈ ചർച്ചകളും ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുന്നു. ലോൺ ആപ്പിന്റെ ഭീഷണിയും മറ്റ് സാഹചര്യങ്ങളുമാണ് ഇനി നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് കോഴിക്കോട് വടകരയിൽ നിന്നാണ് വിഷ്ണുവിനെ കാണാതായത്. ആ വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് കണ്ടെത്തിയത്. ഏപ്രിൽ 13 മുതലാണ് വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നത്. ലോൺ ആപ്പുകളിൽ നിന്ന് വിഷ്ണു പണം കടമെടുത്തിരുന്നു. ഈ കടം തീർക്കുന്നതിന് വേണ്ടി ഇവരുടെ ശല്യം രൂക്ഷമായപ്പോൾ ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് വിഷ്ണു പണം വാങ്ങി. അങ്ങനെ 2 തരത്തിലുള്ള ഭീഷണികൾ വിഷ്ണുവിന് നേരിടേണ്ടി വന്നു. ഇങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധികളും ഭീഷണികളും നിലനിന്നപ്പോഴാണ് വിഷ്ണുവിനെ കാണാതായത്. വിഷ്ണു വീട് വിട്ട് പോകാൻ ഇത് രണ്ടും കാരണമായി എന്നാണ് കരുതപ്പെടുന്നത്. ഇന്ന് നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന വിഷ്ണു കൂടെയുണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ച് അമ്മയോടും അനിയനോടും സംസാരിച്ചിരുന്നു. വിഷ്ണുവിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ സജീവമായി വന്ന ഒരു സാഹചര്യത്തിലായിരിക്കണം അങ്ങനെ വീട്ടുകാരെ ബന്ധപ്പെടാൻ വിഷ്ണുവിന് തോന്നിയത്. ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ല എന്ന് തന്നെയാണ് വിഷ്ണു ആദ്യം പറഞ്ഞത്. എന്നാൽ പിന്നീട് കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി RPF ഉദ്യോഗസ്ഥനായ അമ്മാവിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിഷ്ണു സമ്മതിച്ചു. പിന്നീട് ബന്ധുക്കളും ഒക്കെ ആയിട്ട് വിഷ്ണു കാണുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ബന്ധുക്കളുടെ ആ ഇടപെടലും വിഷ്ണു തിരിച്ചെത്തുന്നതിനൊരു കാരണം ആയിട്ടുണ്ട്. എന്തായാലും ലോൺ ആപ്പുകൾ വലിയ സാമൂഹിക ഭീഷണിയാകുന്നു എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ വിഷ്ണുവിൻ്റെ ജീവിതവും. പോലീസ് തന്നെ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് ഈ ലോൺ ആപ്പ് സംഘം തട്ടിയത് 70 കോടിയാണ് എന്നതാണ് പോലീസിന്റെ തന്നെ ഞെട്ടിക്കുന്ന കണക്കുകൾ. ഒരു ഈടുമില്ലാതെ, ഒരു ബാങ്കിങ്ങിന്റെ പ്രശ്നങ്ങളുമില്ലാതെ, നൂലാമാലകളില്ലാതെ ഒറ്റ ക്ലിക്കിൽ തന്നെ പണം അക്കൗണ്ടിലെത്തും എന്നതാണ് ഈ ലോൺ ആപ്പുകളുടെ ഏറ്റവും വലിയ ആകർഷണം. പക്ഷേ ആ ഘട്ടത്തിൽ ഇതിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന കെണിയെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. വമ്പൻ പലിശയാണ് ഇവർ ഈടാക്കുന്നത്. തിരിച്ചടവ് തെറ്റിയാൽ ഇടതടവില്ലാതെ തന്നെ അവർ ഭീഷണിപ്പെടുത്തും. മോർഫ് ചെയ്ത നഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കും. നമ്മളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറി അത് ഈടാക്കിക്കൊണ്ടാണ് ഇവർ ഈ ലോൺ തരുന്നത്. മോഹവലയിൽപ്പെട്ട് നമ്മൾ ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ ജീവിതം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് വരെ ഒരുപക്ഷെ ഇവർ നമ്മളെ തള്ളിവിടും. ഇരയാക്കപ്പെടുന്നവരിൽ 5-1 വീട്ടമ്മമാരാണ് എന്നതാണ് മനസ്സിലാകുന്നത്, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ പരാതിപ്പെടുന്നവർ പിന്നീട് കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അത് പിന്നീടുണ്ടാക്കുന്ന വലിയ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ കേസുമായി മുന്നോട്ട് പോകാൻ തയ്യാറാകാത്തത്. ഇനി കേസ് കൊടുത്താൽ തന്നെ ഈ സൈബർ ക്രൈം വിഭാഗത്തിന് ഇവരെ കണ്ടെത്തുക, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടേറിയ കാര്യങ്ങളാണ്. അപ്പോൾ പോലീസ് റിപ്പോർട്ടിലെ കണക്കുകൾ എന്തായാലും ഞെട്ടിക്കുന്നതാണ്. ഈ ആപ്പ് കെണി തുടർക്കഥയാകുമ്പോൾ പോലീസ് കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കും. സൈബർ വിഭാഗത്തിലേക്ക് എത്തിയ പരാതികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 5500ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ് പോലീസ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. മലപ്പുറം, എറണാകുളം, പാലക്കാട്, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കൂടുതൽ പരാതികൾ മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
ഇരകളാക്കപ്പെടുന്നവരിൽ 31% സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവരാണ്. ഈ ചെറിയ ശമ്പളക്കാരെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. ഇതിൽ 20% പേരും തട്ടിപ്പിനിരയായിട്ടുള്ളതിൽ 20% പേരും വീട്ടമ്മമാരാണ്. വ്യാപാരികളും ഡ്രൈവർമാരും വിദ്യാർത്ഥികളും ഒക്കെ ഈ വായ്പയെടുത്ത് കെണിയിൽപ്പെട്ടിട്ടുള്ളതായി ഈ റിപ്പോർട്ടിൽ പറയുന്നു. ഈ സൈബർ വിഭാഗ സഹായം തേടി നിരവധി പേർ എത്തും. പക്ഷേ അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഈ പരാതി നൽകി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നത്. അത് 20% പേർ മാത്രമാണ് എന്ന് പറയുന്നു. പണമിടപാടുകൾ ഭൂരിഭാഗവും ബീഹാർ, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്ന് റിപ്പോർട്ട് പറയുന്നുണ്ട്. പണത്തിന് അത്യാവശ്യമുള്ളവർക്ക് പെട്ടെന്ന് പണം നൽകുന്നതാണ് ഈ ലോൺ ആപ്പുകളുടെ ആകർഷണം. എന്നാൽ അതിഭീമമായ പലിശയും തിരിച്ചടവും മുടങ്ങിയാലുള്ള ബ്ലാക്ക് മെയിലും ഭീഷണിയുമൊക്കെ പലരുടെ ജീവിതം തന്നെ തകർക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഓൺലൈൻ ആപ്പുകളുടെ കെണിയെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കണമെന്നും സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമേ വായ്പ എടുക്കാവൂ, ഓഫറുകൾ വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം കാണിക്കണമെന്നും പറയുകയാണ് സൈബർ ഓപ്പറേഷൻ ചുമതലയുള്ള ADGP S. ശ്രീജിത്ത്. വലിയ കരുതൽ ഈ കാര്യത്തിൽ വേണം ഈ ഘട്ടത്തിൽ എന്നതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18-നുമായി അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഈ ലോൺ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരുപാട് അനുമതികളുണ്ട്. ആ അനുമതികൾ കൊണ്ട് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് കാണാനും ഉപയോഗിക്കാനും സാധിക്കും. കോൺടാക്ട് ലിസ്റ്റ് അവർക്ക് ലഭ്യമാവും. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഫലപ്രദമായി അവർക്ക് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുന്നു. അപ്പം അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോലീസിനെ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു വിശ്വാസ്യത സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട്. നമ്മൾ എടുത്ത കേസുകൾ 284 കേസുകളായിട്ട് 186ഓളം ആപ്പുകൾ നമുക്ക് പൂട്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ദേശീയ തലത്തിൽ 1837 ഇങ്ങനെ ക്ലോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതിന് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എല്ലാ പോലീസുകളും തമ്മിൽ സഹകരിക്കാറുണ്ട്. എല്ലാ സൈബർ പോലീസ് വിങ്ങുകളും പരസ്പരം നല്ല സഹകരണമാണ്. അപ്പോൾ അത് ഫലപ്രദമായി നടക്കുന്നതിന് കൂടുതൽ 5300 ചില്ലുവാനും വെബ്സൈറ്റുകൾ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഇത് ഒരിടത്ത് പൂട്ടി കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് അവർ വേറൊരു രീതിയിൽ പലയിടത്തും വലിയ സ്റ്റാർട്ടപ്പ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളാണെന്ന് പോലീസ് ഒരു സംസ്ഥാനത്ത് ചെന്ന് പിടിക്കുമ്പോഴേ അറിയാൻ പറ്റില്ല. അവർ ഇതൊക്കെയാണ് ഇങ്ങനെ വല വിരിച്ച് കാത്തിരിക്കുന്നവരാണ് എന്നതാണ് ADGP S. ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്നൊരു വാർത്ത, ലോൺ ആപ്പ് പരസ്യത്തിനെതിരെ പരാതിയുമായി നടൻ അജു വർഗീസ് രംഗത്തെത്തിയിരിക്കുന്നതാണ്. അജു വർഗീസിന്റെ പടം അനുമതിയില്ലാതെ പരസ്യത്തിൽ ഉപയോഗിച്ചു എന്നതാണ് പോലീസിന് നൽകിയ പരാതിയിൽ അജു വർഗീസ് പറയുന്നത്. ആരും ചതിയിൽപ്പെടരുത് എന്നുകൂടി അജു വർഗീസ് വ്യക്തമാക്കുന്നു. 3 ലക്ഷം രൂപ വരെ കിട്ടും. വളരെ പെട്ടെന്ന് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് അത്രയും പണം കിട്ടുക എന്നത് വലിയ ആകർഷണമാണ്. പക്ഷേ അതിന് പിന്നിലുള്ള ചതിക്കുഴികളെക്കുറിച്ചാണ് നേരത്തെ ADGP തന്നെ ചൂണ്ടിക്കാട്ടിയത്. മാനവും ജീവനുമാണ് ഇവർ പകരം ചോദിക്കുന്നത്. RBI അനുസൃതമായി നിയമം അനുശാസിക്കുന്ന ബാങ്കുകളിൽ നിന്നും മാത്രമേ ലോൺ എടുക്കൂ എന്നത് ഓരോ ആളുകളും തീരുമാനമെടുക്കേണ്ടതാണ്. നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും. പക്ഷേ ഇത് നമ്മളുടെ ജീവൻ തന്നെ പണയം വെക്കുന്ന തരത്തിലുള്ള കാര്യമാണ്. നമ്മളുടെ രഹസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഫോൺ ഹാക്ക് ചെയ്തുകൊണ്ട് അത് ഉപയോഗിച്ച് പിന്നീട് ഏത് തരത്തിലുമുള്ള ആക്രമണം, അത് നമ്മളെ മാത്രമല്ല നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകളിലേക്കുമൊക്കെ എത്തുന്ന തരത്തിലുള്ള വലിയ കെണിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഏതൊരു ഘട്ടമായാൽ പോലും പ്രതിസന്ധി വരുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ആശ്രയിക്കാൻ പാടുള്ളൂ എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്കുണ്ടാകണം. ഈ പലരുടെയും അനുഭവങ്ങൾ, അത് നിതിൻ്റെ ആയാലും വിഷ്ണുവിൻ്റേതായാലും ഒക്കെ നമുക്ക് നൽകുന്ന പാഠം അതാണ്. അതെല്ലാവരുടെയും ഓർമ്മയിലിരിക്കട്ടെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.